ഹലോ വെൽക്കം. അപ്പോൾ തിരിഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ ഡ്രസ് മേക്കർ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വാൾ, ആദ്യത്തെ ബിഫോർ ലുക്ക്. ആദ്യം തന്നെ നമ്മൾ വാൾ ഗ്രിഡാണ് റെഡിയാക്കുന്നത്. അതിന് നമ്മൾ ആദ്യം വീഡിയോ ഇട്ടിരുന്നു, അത് ചെറുതായിരുന്നു. അതിൽ ഞാൻ കുറച്ചുകൂടി സ്റ്റിക്കൊക്കെ കൂട്ടിയിട്ട് പേപ്പർ സ്റ്റിക്ക് കൂട്ടിയിട്ട് നമ്മളെന്താക്കി അതിനൊന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എൻ്റെ ഒരു ഫോട്ടോയും പിന്നെ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള പോളറൈഡൊക്കെ പോലെ ചെറുത് പ്രിൻ്റ് എടുത്തതും ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബോ ആണല്ലോ മെയിൻ, അതുകൊണ്ട് 3 ബോ ഉണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റി സ്റ്റൈലാണ്. പിന്നെ നമുക്ക് ടു ഡു ലിസ്റ്റും കൂടി അതിൽ ഇതാക്കാനുള്ള ഒരു പേപ്പർ അതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു കീ ചെയിൻ വെക്കുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു വാൾ ഗ്രിഡ് ഒന്ന് സെറ്റ് ആക്കിയെടുക്കുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആക്കിയിട്ട്. അപ്പോൾ നമ്മളെ എല്ലാ സംഭവങ്ങളും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഇതിൽ വെക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാം നമ്മൾ DIY ആണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചിലതൊന്നും. അപ്പോൾ നമ്മൾ അത് വീണ്ടും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അയ്യോ അത് റെഡിയായില്ല. അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെക്കണമല്ലോ. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നോക്കാനുള്ളത് വാൾ പോസ്റ്റേഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ വാൾ പോസ്റ്റേഴ്സ് അല്ല, നമ്മൾ കുറച്ച് പ്രിൻ്റ് എടുത്തിരുന്നു. ചെറിയ കുറച്ച് ഫോട്ടോസ്, എൻ്റെ ഫോട്ടോയും പിന്നെ കുറച്ച് ക്യൂട്ട് കവർ അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ കുറച്ച് എസ്തെറ്റിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിലൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ നോർമൽ വാൾ പോസ്റ്റേഴ്സ് അല്ല കേട്ടോ ഇത്. വേണമെങ്കിൽ നമുക്കൊരു മിനി വാൾ പോസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കാം. കാരണം വളരെയധികം ചെറുതാണ്, കുറച്ച് എസ്തെറ്റിക് ഉണ്ട്, കുറച്ച് ക്യൂട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോർണറിലാണ് നമ്മളുണ്ടാക്കുന്നത് ആ ഒരു വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നത്. ഇതെൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ആ പ്രിൻ്റ് എടുത്ത് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒട്ടിക്കാനല്ലോ. കാരണം തിരിയൂലല്ലോ. ആദ്യം പിൻട്രസ്റ്റിൽ ഇങ്ങനെ സൈസൊക്കെ നോക്കി ഒട്ടിക്കേണ്ടി വരും. അതിനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, ഇതിങ്ങനെ വെച്ചാൽ അങ്ങനെ ഓരോന്നും വെച്ച് നോക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് അതും ഒട്ടിച്ച് കഴിയാറായി. അത് ഒട്ടിക്കുകയാണ്. അങ്ങനെ അതും സെറ്റായേ. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഇതിനെന്താ പേര് പറയാൻ എനിക്കറിയാൻ പാടില്ല. ഇതൊരു നോർമൽ കാർഡ്ബോർഡിൽ ഒരു പിക്ചർ വരച്ചെടുത്ത് അതിലൊരു കോട്ട് എഴുതിയതാണ്. അതും അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാക്കിയിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും വാളിൽ ഹാങ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ DIY ആയിട്ടുണ്ടാക്കി ഈ ഒരു സംഭവമാണ്. നമ്മളെ നൂൽക്കമ്പി ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് പിക്ചറൊക്കെ വരച്ചുണ്ടാക്കിയ ഒരു ക്യൂട്ട് സംഭവമാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഫ്രെയിമാണ് വെക്കുന്നത്. സ്റ്റിക്ക് ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്. നമ്മൾ പ്രിൻ്റ് എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായാൽ മതി. ഇത് ഞാൻ എവിടെ നിന്ന് കണ്ടിട്ട് ഓർമ്മയില്ല, പിൻട്രസ്റ്റെന്നോ ആരോ സ്റ്റാറ്റസോ അങ്ങനെ എന്തോ കണ്ടാണ്. അപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. ഇതിന് ഞാൻ ഇതിൽ 200 രൂപ വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് 200 രൂപയാണ്, അപ്പോൾ നമുക്കൊന്നത് സെറ്റ് ആക്കി നോക്കാം. അതും അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു സംഭവം നമ്മളെ വീഡിയോയിൽ ഇനിയും ആദ്യമേ കാണിച്ചൊരു സംഭവമാണ്. ഇത് ഒരു ക്യൂട്ട് സംഭവം. ഇത് കടൽ ക്ലൗഡിൻ്റെ ഇൻസ്പയർഡായി ചെയ്തതാണ്. കടൽ ക്ലൗഡ് ഇത് ഫോം ബോർഡ് വെച്ച് ചെയ്തിരുന്നു, നമ്മളത് കാർഡ്ബോർഡ് വെച്ച് ചെയ്തു. പിന്നെ അതിലേക്ക് ഞാൻ എൻ്റെ ഒരു പിങ്ക് കാർ വെക്കുന്നുണ്ട്. അതൊരു നോർമൽ കാറായിരുന്നു, അതിനെ ഞാൻ പിങ്ക് അടിച്ചെടുത്തതാണ്. ഇത് നിനു ഷാജിനെ ഇൻസ്പയർഡായി ചെയ്തതാണ്. നിനു ഷാജി അതൊരു ഫ്ലവറിൻ്റെ ഇതിൽ ചെയ്തു, അത് ഞാൻ ഹാർട്ടായിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുള്ളി വാൾ റെഡി ആയിട്ടുണ്ട്. ഒരു ഡെസ്കിൻ്റെ മേലുള്ള ആ ഒരു സംഭവം ഫുള്ളി സെറ്റായിട്ടുണ്ട്.
ഇനി നമ്മൾ നേരെ ഡെസ്കിലേക്കാണ് പോകുന്നത്. ഡെസ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു മേക്ക് ഓവറും ചെയ്യുന്നില്ല വലുത്. ആ ഒരു ബുക്ക് വെക്കുന്ന ബുക്ക് ഹോൾഡർ ഉണ്ടല്ലോ, അത് നമ്മുടെ അടുത്ത് മാറ്റുന്നുണ്ട്. കാരണം അത് കുറേ ആയി നമ്മുടെ ഈ ഒരു ഇവിടെ എന്താ പറയുക നമ്മുടെ ഡെസ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്നെടുത്ത് മാറ്റാം. നെക്സ്റ്റ് ഈ ഒരു എസ്തറ്റിക് എന്താ പറയുക, ഇതെന്നെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നെയാണ്. അപ്പോൾ എസ്തറ്റിക് ഒരു പെൻ ഹോൾഡർ ഉണ്ട്, അതൊരു പെട്ടി വെച്ച് ചെയ്തതാണ്. അപ്പോൾ അത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഫോൺ ഹോൾഡറിൽ നമ്മൾ ഉണ്ടാക്കി തന്നെ ഒരു കലണ്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യമേ വെച്ചതാണ്, അതൊന്ന് ജസ്റ്റ് ഓർഡറാക്കി വെക്കുന്നേ ഉള്ളൂ. ഇതുവരെ വേറൊരു ഓർഡർ ആയിരുന്നു, ഇപ്പോൾ നമ്മൾ വേറെ ഓർഡറാക്കി വെക്കുന്നു. പിന്നെ വീഡിയോക്കൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമല്ലോ അല്ലേ. എന്തായാലും നമ്മൾ ഇനി നല്ല രീതിക്ക് കലണ്ടറൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. എന്തായാലും ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതും ഞാൻ നീനു ഷാജിനെ ഇൻസ്പയർഡായി ചെയ്താണ്. ഇത് നമ്മുടെ സെല്ലോ ടാപ്പിൻ്റെ ലാസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, കാർഡ്ബോർഡ്, അതിൻ്റെ അടിയിൽ ഒരു കാർഡ്ബോർഡ് വെച്ച് മേലെ ഒരു മൂടി വെച്ച് പിന്നെ കുറച്ച് പെയിൻറ്റിങ് ഒക്കെ ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു, ഒരു കോസ്റ്ററാണ്. അതിൽ ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് വെക്കുന്നത്. ഇതും നീനു ഷാജിനെ ഇൻസ്പയർഡായി ചെയ്തതാണ്. പിന്നെ യാസ് സിസ്റ്റേഴ്സ് ആ ചാനലൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡായി ചെയ്ത സംഭവമാണ് ആ വള വെച്ചുള്ളത്. ഇത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു, ഇപ്പോൾ അടുത്ത് വീഡിയോ ഇട്ടിരുന്നു ആ സംഭവം. നമ്മൾ വളരെയധികം ചെറുതായിപ്പോയി ആ ഒരു സംഭവം. എന്തായാലും അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി മറിച്ച് നമുക്ക് നോക്കണമല്ലോ എങ്ങനെയാണ് രസമുണ്ടോ എന്നൊക്കെ. ആ ഒരു സംഭവം ഫുള്ളി ഒരു പിങ്കി തീമിലാണ് വരുന്നത്. ബാക്കി ഫുള്ളൊരു എസ്തറ്റിക് വാളും ഏകദേശം കുറച്ച് ക്യൂട്ട് എസ്തറ്റിക് എന്തൊക്കെയോ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, ഞാൻ വെറുതെ അങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ അതിൽ നമുക്കെന്ത് കോട്ട എഴുതി വെക്കാം. ഇപ്പം ഞാൻ വെറുതെ ഹാപ്പി എഴുതിയിട്ടുള്ള സംഭവം അതിൽ ഒക്കെ ഉണ്ടായി, അതിന് ഇങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ. ഞാൻ വെറുതെ ഹാപ്പി എഴുതിയിട്ടുള്ള വെക്കുന്നുണ്ട്. ഇപ്പം നിലവിലതുള്ളത് ഒരു നല്ലൊരു സ്റ്റിക്കർ വെച്ചിട്ടാട്ടോ ഉള്ളത്. ആ ഒരു ഇപ്പം എടുത്തിട്ട് ആ ഒരു വീഡിയോയിലുണ്ട് അതിൻ്റെ ആ ഒരു ഫോട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെയോ വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ആ ഒരു ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഞാനിതിൽ ഈ ഒരു ടേബിൾ നല്ല രീതിക്ക് തേച്ചൊരച്ച് കഴുകുന്നുണ്ട്. ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളത് ഇതാണ് ഡസ്റ്റ് മേക്കർ വീഡിയോ, സിമ്പിൾ ഡസ്റ്റ് മേക്കർ വീഡിയോ. ഇത് കുറച്ച് ഇൻസ്പയർഡ് വീഡിയോ ആണ്, കട്ടിൽ ക്ലൗഡ് ഒക്കെ ചെയ്ത് ആ ഒരു ഇത് ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്, നിങ്ങൾ കണ്ടിട്ട് വാ. പിന്നെ ഈ സംഭവം വന്നിട്ട് നമ്മളെ വീട്ടിൽ പണ്ടുള്ള വാൾ ഡെക്കറായിരുന്നു. അതിൽ വേറെന്തോ ഒരു ഫ്ലവറൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്ന ഒരു നമ്മുടെ മറ്റേ ഗ്രേപ്പ് പേപ്പറില്ലേ, അതല്ല ഫിനിക്സ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു നല്ലൊരു ഫ്ലവർ വെച്ചിട്ട് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ വാളിൽ ആണി വെച്ചിട്ട് ഇതാക്കിയിടാം. അപ്പം ഞാൻ വെറുതെ എടുത്ത് വെച്ചാണ്. കണ്ടല്ലോ, അതാണ് ഫൈനൽ ലുക്ക്. ഇനിയാണ് ഗൈസ് നമ്മുടെ ക്ലീനിങ് പരിപാടി ഉള്ളത്. ആ ഒരു മേലെ മാത്രം നന്നാക്കിയാൽ പോരല്ലോ, താഴേക്ക് കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇത് ഞാൻ കുറച്ച് സ്പീഡ് ആക്കിയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ടൊരു കാര്യമില്ല, ഫുൾ ഓർഗനൈസ് ചെയ്യാണ്. എന്തൊക്കെയോ ഫുള്ള് വൃത്തികേടായിട്ടുള്ളത്. പിന്നെയും കുറച്ച് വൃത്തിയാക്കിയോണ്ടാണ് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സംഭവത്തിൽ ഒരു ഫാൻസി വെക്കുന്ന സംഭവമാണ്. അതിൽ ഞാൻ കുറേ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റിൻ്റെ പെട്ടിയിൽ കുറേ സ്ക്വിഷി ആൻഡ് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ DIY ഫ്രെയിമാണ്, നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. ചെറിയൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു ഹെൽത്ത് ഇഷ്യൂലായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ആ സമയത്ത് വെറുതെ ഉണ്ടാക്കുന്നതാണ്, വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഉണ്ടാക്കുക. അപ്പോൾ ഫോണൊന്നും നേരം എനിക്ക് എടുക്കാനുള്ള ഒരു ഇതിലിരുന്ന്. അപ്പോൾ നമ്മുടെ ബുക്ക് ഹോൾഡറൊക്കെ താഴേക്ക് വെക്കുന്നുണ്ട്. നമുക്ക് ബുക്ക് എടുക്കാൻ അത് തന്നെ വേണം. അത് മുന്നിൽ നിന്ന് മേലേന്ന് അതൊന്ന് ജസ്റ്റ് അതിന് കുറച്ച് ലീവ് കൊടുക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാനത് വീണ്ടും എടുത്ത് വെക്കും, കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് വെച്ചു, എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ക്ലാരിറ്റി നല്ല രീതിക്ക് കുറവുണ്ട് കേട്ടോ. പിന്നെ അവിടെ എൻ്റെ കുറേ പെട്ടി കളക്ഷൻസാണ് അത് വേസ്റ്റ് ഇടുന്നത്. പിന്നെ ഇതൊക്കെ കവായി സംഭവമാണ്, അതൊന്നും അതിൽ നിന്ന് വീണ് പോയതാണ്. ആ ഒരു പെട്ടിൻ്റെ അകത്ത് ഞാൻ നിറച്ച് സ്റ്റിക്കറാട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ എന്തൊക്കെയോ ഉണ്ട്, ഇത് നോക്കിയാൽ തീരില്ല, കാരണം അത്രയും ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫുള്ളി സ്ക്വിഷീസ് ഉണ്ടാക്കിയത്. നമ്മൾ ഫേക്ക് ഓർഡർ ഉണ്ടാവില്ലേ പാക്കിങ് ചെയ്യുന്ന, ആ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്.
ഇതിൽ നിറയെ സ്ക്വിഷിയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അതിലൊരു ബോൻ്റെ സ്ക്വിഷിൻ്റെ. അപ്പോൾ തന്നെ ഞാൻ അതിനെടുത്തു, എന്നിട്ട് മേലേക്ക് വെച്ചു. എന്തിന്? നമ്മുടെ വാൾ ഗ്രിഡിൽ ഒട്ടിക്കാൻ. ഇപ്പോൾ അത് വാൾ ഗ്രിഡിലായിരുന്നോ വാളിലേനോ എന്തിലോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവമൊക്കെ വെറുതെ ഇങ്ങനെ തുറന്ന് ഷോ കാണിക്കുകയാണ്. അതൊക്കെ നമ്മൾ DIY ചെയ്തതാണല്ലോ. പിന്നെ ആ വേസ്റ്റ് തൊട്ട് വെച്ചു. പിന്നെ ആ ട്രാൻസ്ഫർ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ എൻ്റെ കുറേ എന്തൊക്കെയോ ഉണ്ട്, കുറേ ആളുകളുണ്ട് ശേഖരണം. ആ ഒരു സംഭവം ഞാൻ ഒരു വട്ടം ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് അവിൽ മിൽക്ക് ഓർഡർ ചെയ്തപ്പോൾ 4 ഓർഡർ ചെയ്തപ്പോൾ ഇങ്ങനെ കേട്ടോ തന്നെ. അന്നേരം എനിക്ക് സന്തോഷമായി, കാരണം അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ ഹാരി പോട്ടറിൻ്റെ കിൻഡർ ജോയൊക്കെ കാണിച്ച് ഷോ ഇറക്കുന്നുണ്ട്. അതിൻ്റെ കവർ അവിടെ എടുത്ത് വെച്ചാണ്. അപ്പോൾ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബോട്ടിച്ച് വെച്ച്. ഇതാണ് നമ്മൾ ഫൈനലി ക്ലീൻ ചെയ്തിട്ടുള്ള ഒരവസ്ഥ. അതാണ് ഞാൻ ഇരിക്കുന്ന സ്റ്റൂള്. അവിടെയല്ല വെക്കാറ്, ഇങ്ങോട്ടാണ് വെക്കാറ്. അപ്പോൾ ഫുള്ളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണും, ഫുള്ളി ഒന്ന് കാണും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.